അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ. പറയില്ലല്ലേ? നീ പറയില്ലേ? ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പരാതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എ വെരി സീരിയസ് കംപ്ലൈന്റ്. വെരി സോറി സർ. പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. വളരെ ലാഘവബുദ്ധിയോടെയാണ് സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആ ജോലി കൊലക്കേസ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായില്ല. കുറ്റവാളികൾ ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരിക്കെ അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. മിസ്റ്റർ ജോർജ്, വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് ഞാനിത് കാണുന്നുള്ളൂ. അത് സാറിന്റെ ഇഷ്ടം. പക്ഷെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസ് ബെയർ എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം നിർദ്ദേശിക്കാനുണ്ട്. പറയൂ. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് വിട്ടുകൊടുത്തൂടെ? നോൺസെൻസ്. എവിടെ എന്ത് നടന്നാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി തീർന്നിരിക്കുക. മിസ്റ്റർ ജോർജ്, പല സിനിമയിലും കാണുന്നത് വെച്ചിട്ട് ഉപദേശിക്കാൻ നടക്കരുത്. CBI എല്ലാ കേസുകളും CBIക്ക് റെഫർ ചെയ്യാനുള്ളതാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ? അല്ല, എനിക്കറിയാമായിരുന്നു സാർ ഇതേ പറയുള്ളൂ എന്ന്. വലിയ പോലീസ് ഓഫീസേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കേന്ദ്രമെന്നും MP എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മുട്ടിടിക്കും. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളെപ്പോലുള്ള തുക്കട രാഷ്ട്രീയക്കാരെ പേടിക്കുന്ന ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. അല്ലെങ്കിലും ഭരിക്കുന്ന പാർട്ടികളുടെ വാലാട്ടികളായി നടക്കാനാണല്ലോ നിങ്ങളുടെയൊക്കെ തലയിലെടുത്ത്. മിസ്റ്റർ ജോർജ്, will you please get out? ഞാൻ പോകാം. പക്ഷേ സാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. നാളെ കുറിച്ച് ആർക്കും പ്രവചിക്കാനൊക്കാത്ത ഒരു ഫീൽഡാണ് രാഷ്ട്രീയം. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് കസേരകൾ തെറിക്കുന്നതും ഉറയ്ക്കുന്നതും. അങ്ങനെ ഒരു പ്രോസസ്സിൽ നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നിങ്ങളുടെ കഷ്ടകാലമായി. ഗുഡ് ബൈ. സംഭവ ദിവസം രാത്രി ഏക് നസർ എന്ന സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് TV-യിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായത്. 10:20 മുതൽ 11 മണി വരെയാണ് ഇതിന്റെ ടെലികാസ്റ്റിംഗ് സമയം. സോ റോയ് മുകളിലേക്ക് പോയത് 10:20-നും 11 മണിക്കും ഇടയ്ക്കാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൊലപാതകം നടന്നിരിക്കുന്നത് 7 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് മർഡർ അവിടെ വെച്ചല്ല നടന്നതെന്ന് ഏറെക്കുറെ അനുമാനിക്കാം. മറ്റെവിടെയോ വെച്ച് കൊല നടത്തിയ ശേഷം ബോഡി അവിടെ കൊണ്ടിട്ടതാവണം. അതെന്തിനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു കാര്യം ഇവരോട് ചോദിക്കാനുണ്ടായിരുന്നു. 7 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ് മർഡർ നടന്നിരിക്കുന്നത്. 10 മണി മുതൽ 11 മണി വരെ റോയ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ. ഈ 7 മണി മുതൽ 10 മണി വരെ റോയ് അവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ, ഉണ്ടായിരുന്നോ? ഇല്ല. അവൻ വൈകുന്നേരം പുറത്തു പോയിട്ട് രാത്രി 9 മണിയോട് കൂടിയാ തിരിച്ചു വന്നത്. റോയ് സാധാരണ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാറുണ്ടോ? അവൻ ഈ അടുത്ത കാലം വരെ അങ്ങനെ ഒറ്റയ്ക്ക് മൂവ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ റീസെന്റ് ആയിട്ട് അവന്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രോഗ്രാംസിന് പോലും അറ്റൻഡ് ചെയ്യാൻ അവന് താല്പര്യമില്ലായിരുന്നു. സംഭവ ദിവസം വൈകുന്നേരം പുറത്തു പോയിട്ട് വളരെ നേരം കഴിഞ്ഞിട്ടും റോയിയെ കാണാത്തോണ്ട് ഞങ്ങൾ സമയം എത്രയെന്നറിയാം? ഈ റോയ് അവിടെ പോയി കിടക്കുക. അപ്പോഴും തട്ടയുടെ അടച്ചിട്ട് പോയി കാണും. ഇന്ന് രാത്രി പട്ടിണി അടക്കേണ്ടി തീർച്ചയായും. Handy. It's the first stage dressing that contains the same medication both surgeons prescribe. നീ എവിടെയായിരുന്നു അളി എത്ര നേരം? ഓ, വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. നീ എന്ന് പോലാണോ നിങ്ങളോട് കള്ളമൊക്കെ പറയാൻ തുടങ്ങിയത്? ഫുൾ ഫിറ്റായി വന്നിരിക്കുക അല്ലേ? മുകളിൽ പോയി കുളിച്ചിട്ട് വന്ന ശേഷം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന മട്ടിലാവും പെരുമാറിയത്. റോയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞല്ലോ. ഏകദേശം എത്ര നാളായിട്ടാ ഇങ്ങനെ ഒരു 2 മാസത്തിനിപ്പുറമാണ്. ഈയിടെയായിട്ടുള്ള അവന്റെ പെരുമാറ്റം വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. ജസ്റ്റ് കോട്ട് ആൻ എക്സാമ്പിൾ. ഒരു ദിവസം എവിടെയോ പോകാനായി സ്മാർട്ടായി ഡ്രസ് ചെയ്തിട്ട് ഇറങ്ങി വന്ന ശേഷം ഞങ്ങളോട് പറഞ്ഞു, Dear friends, your attention please. And now here is a special announcement. ഒന്ന് ഞെട്ടാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളു. റോയ് സാറ് ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. യെസ്, എനിക്ക് ഒരു ഗേൾ ഫ്രണ്ടെ കിട്ടിയിരിക്കുന്നു. റിയലി? ഏയ് സംശയിക്കണ്ട, നുണയല്ല, 100% ട്രൂത്ത്. ആളാരാന്നൊന്നും ഇപ്പൊ ചോദിക്കരുത്. അവളുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരാം. മടങ്ങി വന്നിട്ട്. വിഷ് മീ ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പക്ഷേ റോയ് തിരിച്ചു വന്നത് ആകെ മൂട് മാറിയിട്ടായിരുന്നു. എന്തായി പോയ കാര്യം? ഏത് ഗേൾഫ്രണ്ട്? ഓ, ഗേൾ ഫ്രണ്ട്. എടാ മണ്ടന്മാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അഭിനയിച്ചു നോക്കിയില്ലേ? എന്നെ പോലുള്ള ബാസ്റ്റാർസിനെയൊക്കെ ആരാടാ പ്രേമിക്കുന്നത്? പ്രേമം. ഇവനെന്ത് പറ്റി? Orphans are not supposed to love girls. അനാഥർക്ക് പ്രേമിക്കാൻ അവകാശമില്ല. All orphans are dirty creatures, bloody beggars. ഞാൻ എല്ലാറ്റിനെയും പറ്റിച്ചു. Shame, 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 shame. എനിക്ക് റോയുടെ റൂം ഒന്ന് പരിശോധിക്കണം. ഒരു കാര്യവുമില്ല. പോലീസുകാർ 100 വട്ടം പരിശോധിച്ചതാ. റോയുടെ ഗിറ്റാറാ?
dirty bitch. I will kill you. Cheat. KN മെഡിക്കൽ സെന്റർ. റോയ് ജേക്കബ്. റോയ് ജേക്കബ്. യെസ്, ഐ റിമെമ്പർ. മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? എക്സാക്ട്ലി ഡോക്ടർ. ഹി വാസ് ബീയിങ് ട്രീറ്റഡ് ഫോർ എപ്പിലെപ്സി. ചുഴലിയുടെ അസുഖമായിരുന്നു അയാൾക്ക്. റോയുടെ കേസിൽ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? വെൽ, ഇങ്ങനെ ഒരു അസുഖമുള്ളതിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അയാളെ വേട്ടയാടിയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഫ്രണ്ട്സിൽ നിന്ന് പോലും റോയ് ഇക്കാര്യം ഇത്രയും നാൾ ഒളിച്ചു വെച്ചില്ലേ? മാത്രമല്ല, അടുത്ത കാലത്തായി പുള്ളിയുടെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ